നമ്മൾ ഓരോ ദിവസവും ഒരുപാട് മോഷണ കഥകൾ അറിയാറില്ലേ, മോഷണ വാർത്തകൾ അറിയാറില്ലേ? മോഷണം എന്നാൽ അല്പം നെഗറ്റീവാണ്, പക്ഷെ പൂനെയിൽ നിന്നുള്ള അല്പം കൗതുകം നിറഞ്ഞ ഒരു മോഷണ കഥ നമുക്കൊന്ന് കേട്ടാലോ. 18 ലക്ഷത്തോളം പലരിൽ നിന്നായി പറ്റിച്ചെടുത്ത ഒരു യുവാവ് ആ കള്ള മുതൽ അത്രയും ചെലവഴിച്ചത് എങ്ങനെയാണ് എന്നറിയണ്ടേ? അതാണ് പറഞ്ഞത് ഈ മോഷണം അല്പം കൗതുകമാണ് എന്ന്. ആ സംഭവം നമുക്ക് പറഞ്ഞു തരും ആതിര പുതുവൈലിൽ. ആതിര, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവം? എങ്ങനെയാണ് ഈ തുക ചെലവഴിച്ചത്? വല്ലാത്ത ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. മോത്തി പലതരം കവർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്കാണ് നമ്മുടെ തൃശ്ശൂരിലെ ബാങ്ക് കവർച്ചയൊക്കെ നമ്മൾ കേട്ടത്. പക്ഷേ ഇത് അല്പം കൗതുകം തോന്നുന്നൊരു വാർത്തയാണ്. പലതരം കവർച്ചകൾ നമ്മൾ കേട്ട സ്ഥിതിക്ക് ഇനി ഈ ഒരു കവർച്ചയും കൂടെ നമുക്ക് കേൾക്കാം. മൈസൂരിൽ ഒരു യുവാവാണ് ഈ കവർച്ച നടത്തിയത്. പൂനെയിലാണ് പക്ഷേ ഈ കവർച്ചയൊക്കെ നടത്തിയത്. ഇയാൾ നമ്മുടെ മധ്യവയസ്കരെയാണ് കൂടുതലും ലക്ഷ്യം വെക്കുന്നത്. ഇവർ ഈ ATM-ൽ കയറുമ്പോഴത്തേക്ക് അവരുടെ പുറകെ നിന്ന് ഇതെല്ലാം വാച്ച് ചെയ്തിട്ട് അവരെ സഹായിക്കാം എന്നുള്ള രൂപേണ കയറുന്നതാണ്. എന്നിട്ട് അവരുടെ നിന്ന് പിൻ നമ്പറും ചോദിച്ചു. ഇവരുടെ ശ്രദ്ധ തിരിച്ചിട്ട് അവരുടെ ഈ ATM കാർഡ് മാറ്റി പഴയ ബ്ലോക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ATM കാർഡ് നൽകും. എന്നിട്ട് അവർ പോകുമ്പം അതിന് പുറകെ കയറി പൈസ മോഷ്ടിക്കലാണ് ഇയാളുടെ സ്ഥിരം പരിപാടി. ഇതിൽ ഏറ്റവും കൗതുകം ഇതൊന്നുമല്ല, ഈ മോഷ്ടിച്ച പണം ഇദ്ദേഹം നൽകുന്നത് അയാളുടെ കാമുകിക്കാണ്. കാമുകിയുടെ ഭർത്താവിനും കൂടിയാണ് ഈ പൈസ നൽകുന്നത് എന്നാണ്. ഇനി തൊട്ടപ്പം നമ്മൾ ATM-ൽ കയറുമ്പോൾ ഇതുപോലുള്ള കാമുകന്മാരൊക്കെ പുറകിനെ കാണും. അതുകൊണ്ട് അവരെയൊക്കെ സൂക്ഷിക്കണം. പിൻ നമ്പർ ആർക്കും നൽകാതെ പരമാവധി സൂക്ഷിക്കുക എന്നാണ് പറയാറുള്ളത്. അല്ല, ആ പോയിന്റ് ആതിര ഒരിക്കൽ കൂടി ഒന്ന് എടുത്തു പറഞ്ഞ, ഇത് ആർക്കാണ് ഈ പണം ചെലവഴിച്ചത് എന്ന്? കാമുകിക്കും കാമുകിയുടെ ഭർത്താവിനുമാണ് നൽകിയത്. എന്തൊരു ഉദാര മനസ്കഥയെന്ന് ആലോചിച്ച് നോക്കി. ഏതായാലും ആതിരയ്ക്ക് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.